ഇത് അജിത് 12 വർഷം മുമ്പ് അജിത് ഭായിയുടെ വീട്ടിൽ വരിക. അന്ന് മുൻപുള്ള കുടിലേ ഉള്ളൂ. ഓ ജോപ്പടി ഇതാ അർവൽ ജില്ലയിലെ നമ്മളുടെ ആദ്യത്തെ വിശ്വാസി. ഇവരുടെ കുടിലാണ് നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ്. ഒന്നും അറിയില്ല എന്ന് ലോകം പറയുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി ഒരു മുസ്കാൻ സ്കൂൾ. മുസ്കാൻ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. അവരുടെ മുഖത്തൊരു ചിരി വരണം, അവരുടെ ഹൃദയത്തിലൊരു ചിരി വരണം, അവരുടെ ഉള്ളിൽ യേശു വരണം. അതെ, അവരക്ഷരം പഠിക്കണം, അവരുടെ ആത്മാവ് രക്ഷപ്പെടണം. 12 സാൽ കെ ബാദ് ഇന്ന് 12 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് 97 സ്ഥലങ്ങളിൽ 97 जगह पर हमारा प्रार्थना चल रहा है ना. हर सप्ताह നമ്മളുടെ ചെറിയ തുടക്കങ്ങൾ ദൈവം അതിനെ എങ്ങനെയാണ് ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല. പക്ഷേ കർത്താവ് ചോദിക്കുകയാണ്, ആരെ ഞാൻ അയക്കേണ്ടു? നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട, ആ വിത്ത് വിതച്ചിട്ട് പോയാൽ മതി. ഇതൊക്കെ വിതച്ച വിത്താണ്, ആ വിത്താണ് വളരുന്നത്. പക്ഷെ വിത്ത് വിതയ്ക്കാൻ ഒരാൾ വേണ്ടേ? बीज नहीं बोएगा तो क्या गेहूं काट पाएगा? कभी नहीं. 12 साल पहले हम बीज बोने आए. यस. आज आपने हमको इतना बढ़िया मछली करी खिलाया, चावल खिलाया. ഇന്ന് ഞങ്ങൾക്ക് നല്ല ഒന്നാം തരം മീൻ കറി. ഇദ്ദേഹം പറയാണ്, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ सब आता. IAS ഓഫീസർ का घर में काम किया. IAS ഓഫീസർ MD के यहाँ, हाई कोर्ट के जज के यहाँ. ഹൈക്കോടതി ജഡ്ജിന്റെ വീട്ടിൽ, MDയുടെ വീട്ടിലൊക്കെ അദ്ദേഹം കുക്കായിരുന്നു. അദ്ദേഹം പറയാണ്, എനിക്ക് ഇവിടെ കർത്താവിന്റെ വേലയുടെ ഭാഗമായി എൻ്റെ വീട്ടിൽ താമസിച്ച മതി, എനിക്ക് കർത്താവിന്റെ വേലയുടെ ഭാഗമാകാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓടിച്ചു വിടുക അല്ലേ വിദേശത്തേക്ക്, ന്യൂസിലാൻഡിൽ, ഓസ്ട്രേലിയയിൽ, കാനഡയിൽ, അമേരിക്കയിൽ. ഈ മനുഷ്യൻ പറയാ, എനിക്കുള്ള വരുമാനം മതി, എനിക്കെൻ്റെ കർത്താവിൻ്റെ വേലയിൽ, എൻ്റെ ഗ്രാമത്തിൽ എനിക്ക് ഭാഗമാകാം. അന്ന കുടില് ഇന്ന് ഈ വാർപ്പ് കെട്ടിടം ഇതിങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഇത് നല്ല മനോഹരമാകും. ഇപ്പോൾ ചായ തരാൻ പോവാ. നമ്മൾക്കൊരു പരിചയമില്ലാത്ത വീട്. ദൈവം പറഞ്ഞു, നീ ഒരു വീട് വിട്ടാൽ നിനക്ക് ഞാൻ 100 വീട് തരും. നീ ഒരു ഭൂമി വിട്ടാൽ 100 ഭൂമി തരും. ഇന്ന് നമുക്കിവിടുന്ന ഭക്ഷണം, കലർപ്പില്ലാത്ത പാല്, കലർപ്പില്ലാത്ത സ്നേഹം. ബീഹാറിൻ്റെ ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേലയുമായിട്ട് വന്നാൽ കിട്ടുന്ന ഭാഗ്യം. ഇദ്ദേഹത്തിന് സിറ്റിയിൽ പോയി പണം ഉണ്ടാക്കാം, പക്ഷെ ഇവിടെ കർത്താവിൻ്റെ വേലയുടെ ഭാഗമായിരിക്കും. അനിൽ ഭായി ഒരാൾ പോലും വിശ്വാസികൾ. ഇന്ന് പകുതിയിലധികം ഗ്രാമക്കാർ വിശ്വാസികളാണ്. പ്രിയമുള്ളവരെ, ഇത് കുഞ്ഞുകളിയല്ല, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ 6-7 മണിക്കൂറുകൾ എടുക്കും. അന്ന് ഞങ്ങളിവിടെ സ്വീകരിക്കാൻ ഒരാളില്ല. ഇന്ന് പള്ളി ചെന്നപ്പം 300 വിശ്വാസികൾ. ഒന്നിൽ നിന്ന് തുടക്കം, ഇന്ന് 300 വിശ്വാസികൾ. ഇന്ന് ഞങ്ങൾക്ക് അവരെ പൊന്നാട അണിയിച്ചാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അന്ന് നമ്മളെ തല്ലി ഓടിക്കാനാണ്. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ നിന്ന് പകുതിയിലധികം വിശ്വാസികൾ. സുവിശേഷം പരാജയപ്പെടില്ല. നമ്മളാണ് സുവിശേഷത്തെ പരാജയപ്പെടുത്തുന്നത്. നമുക്ക് പോകാൻ മനസ്സില്ല, നമ്മളുടെ സഭകൾക്ക് അയക്കാൻ മനസ്സില്ല. പക്ഷെ സുവിശേഷം അത് പരാജയപ്പെടില്ല, അത് പടരും. അതിൻ്റെ സ്വഭാവം അതാണ്. ഇതിൻ്റെ തുടക്കക്കാരൻ പരാജയപ്പെട്ടവനല്ല, ജയിച്ചവനാണ്. നമ്മളും ജയിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ സുവിശേഷത്തിന് എതിർപ്പുള്ള സമയം ഇതാണ്. ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള സമയം, എല്ലാ ആംഗിളിൽ നിന്നും എതിർപ്പാണ്. പക്ഷെ സുവിശേഷം ഏറ്റവും അധികം പടർന്നുകൊണ്ടിരിക്കുന്ന സമയം. അത്ഭുത സാക്ഷ്യങ്ങൾ. പേരില്ലാത്ത രാമാശിഷ് തൊടായി, രാമാശിഷ് പാസ്റ്റർ ഇവിടെ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക്
നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ. എത്ര അത്ഭുതങ്ങളാണ്. ഒരു 12 സാക്ഷ്യങ്ങൾ സമയം കൊടുത്താൽ അത് 20 ആയനെ, അതിൽ കൂടുതലായി. ഒരു സഹോദരി പറഞ്ഞ സാക്ഷി, എൻ്റെ ഭർത്താവ് മദ്യപാനി സത്യേന്ദ്രകുമാർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു, ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. ഇവരിൽ ഒരാൾക്ക് പോലും യേശുവിനെ അറിയില്ലായിരുന്നു. യേശു എന്നൊരു പേര് കേട്ടിട്ടില്ലാത്തവർ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വന്നു, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നിന്നു. ഇന്ന് ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇന്ന് ഒരു റെയ്നാഡ് ബോങ്കയല്ല, ഇന്ന് അറിയപ്പെടാത്ത 1000 റെയ്നാഡ് ബോങ്കമാരാണ് ഉത്തര ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ. ആർക്ക് തടയാൻ പറ്റും? ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഏതെങ്കിലും മനുഷ്യനോ സംഘടനയ്ക്കോ തടയാൻ പറ്റുമോ? ഇല്ല. 4 കുഞ്ഞുങ്ങൾ മരിച്ച ഒരു സ്ത്രീ വന്നു. 4 കുഞ്ഞുങ്ങൾ മരിച്ചു, പ്രാർത്ഥിച്ചു. ഇന്നവർക്ക് ദൈവം ജീവനുള്ള 3 കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ എത്രയോ പണം ചെലവാക്കി. ലക്ഷക്കണക്കിന് രൂപയാണ് അവര് മന്ത്രവാദികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ധന്യവാദ് പ്രഭു, ആപ് സബ്കോ आशीष दे, इस्तेमाल करे. जय मसीह, जय मसीह, जय मसीह, जय मसीह.